നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനൊരു കേസിലെ വക്കീലാണെന്നും മഹിമ എൻ്റെ കൂടെ നടക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല എന്ന് അവന്മാർ പറഞ്ഞു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ കേസ് തോക്കുമ്പോൾ കക്ഷികളുടെ കാല് പിടിച്ച് കരയാറുണ്ടെന്നൊക്കെ അവന്മാർ പറഞ്ഞത്. ഞാൻ ആകെ തകർന്നു പോയമ്മേ. നീ അതൊക്കെ കേട്ടിട്ട് മിണ്ടാതിങ്ങ് പോന്നോ? അടിച്ചവന്മാരുടെ മുഖം പരത്തണ്ടേ? ഹലോ, ഞാൻ മാലിട്ടിരിക്കുകയാണെന്ന് മറന്നോ? ആ, ഇത് ഇട്ടിട്ടില്ലെങ്കിലും ഒരു കോളേജ് കയറി അടിയുണ്ടാക്കിയല്ലേ അവിടുത്തെ പിള്ളേരെ കൂടി എന്നിട്ട് പഞ്ഞിക്കിടും. അതുകൊണ്ട് മുഴുവൻ അപമാനവും വാങ്ങി ഞാൻ മിണ്ടാതെങ്ങ് പോന്നു. എടാ, മഹിമ ഇതൊന്നും അറിഞ്ഞില്ലേ? ഏയ്, അവൾ വന്നപ്പോഴേക്കും അവരെല്ലാം പോയി. ആ, അതേതായാലും നന്നായി. അവള് കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ. നീ വിഷമിക്കണ്ടടാ. മാലയിട്ട നിന്നെ അവര് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ആ പറഞ്ഞവനുള്ളത് അയ്യപ്പസ്വാമി കൊടുത്തോളൂ. ഇതിനൊന്നും അയ്യപ്പസ്വാമിയെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാനഡയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് കേട്ടാ മതി. മഹിമേ, മഹിമേ, നിനക്കെന്താ വട്ടു പിടിച്ചോ? വെറുതെ എന്തിനാ എന്നെ നീ തല്ലിയത്? വെറുതെയോ? നിങ്ങൾ എല്ലാവരും കൂടി വക്കീലിനോട് എന്താ പറഞ്ഞത്? ഓ, നീ അവന് വേണ്ടി ഞങ്ങളോട് വഴക്കുണ്ടാകുമെന്നാണോ? അവൻ നിന്റെ ആരാ? അത് നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീ നിന്റെ കൂട്ടുകാരെ കുറച്ചുകൂടെ ബുദ്ധിപരമായി തെരഞ്ഞെടുക്കണം. അയാളൊരു കേസില്ലാത്ത വക്കീലാ, അത്രേ ഉള്ളൂ. എടാ മരവാഴേ, നീയൊക്കെ എത്ര വലിയ നിലയിലെത്തിയാലും കാശുണ്ടാക്കിയാലും നിന്റെ ചുറ്റുമുള്ള ഒരാൾക്ക് പോലും അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. നിനക്ക് മാത്രം ഗുണം ഉണ്ടാവും. പക്ഷെ വക്കീലിനെ പോലുള്ളവർ നന്നായ ഈ നാടിന് തന്നെ ഗുണം ഉണ്ടാവും. അതാ നീയും വക്കീലും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഒരിക്കലും നിന്നെ സ്വയം വക്കീലുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നിനക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല. എടി, ഞങ്ങൾ ആണുങ്ങളാ. ഞങ്ങളുടെ മീതെ കൈവച്ചിട്ട് നിനക്ക് ഈ നാട്ടിൽ കൂടെ കൈയും വീശി നടക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഞാൻ കയ്യും കാലും വീശി നടക്കും. നീ എന്ത് ചെയ്യും?